ഛത്തീസ്ഗഡിൽ തടവിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന്. സിബി, നേരത്തെ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഏത് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് സംബന്ധിച്ച്. ഏതായാലും ഇപ്പോൾ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഇന്നലെ ആഭ്യന്തര മന്ത്രി ഇടതുപക്ഷ MPമാർക്ക് ഉറപ്പ് നൽകിയതുപോലെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല സംസ്ഥാന സർക്കാർ എന്നാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അല്പം മുമ്പ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന്. എന്താണ് വിവരങ്ങൾ? സിജു, എന്തായാലും ഇപ്പോൾ NIAയുടെ പ്രത്യേക കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ആ ജാമ്യാപേക്ഷയിൽ ഇനിയിപ്പോൾ ആ ഹർജി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചു എന്ന കാര്യങ്ങളൊക്കെ നമുക്കിനി അറിയാനുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ നൽകിയത്. ആദ്യം ഹൈക്കോടതിയിൽ നൽകണമെന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടി കോടതി സ്വീകരിക്കുമെന്ന് നമുക്ക് വരും മണിക്കൂറിൽ വ്യക്തമാവുകയും ചെയ്യും. ഇതിൽ ഏറെ പ്രധാനമായി നിൽക്കുന്നത് ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഒരു നിലപാടുകളാണ്. ഇതിൽ ഈ ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കുമോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ഈ ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവർക്ക് നൽകുന്ന ഉറപ്പ്. എന്തായാലും ഇപ്പോൾ UDFൻ്റെ MPമാർ കൂടി, അതായത് ഹൈബീഡിൻ്റെ നേതൃത്വത്തിലുള്ള MPമാർ കൂടി ഇപ്പോൾ ജയിലിൽ ഈ കന്യാസ്ത്രീമാരെ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പസമയം മുമ്പ് PK ശ്രീമതിയും അതോടൊപ്പം തന്നെ CS സുജാതയും ഈ ഇവിടെ ജയിലിലെത്തി കന്യാസ്ത്രീമാരെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിലായിരുന്നു അവരുടെ സന്ദർശനം. എന്തായാലും ഇപ്പോൾ UDF MPമാരും എത്തിയിട്ടുണ്ട്. വൈകിട്ടോടെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും അതോടൊപ്പം തന്നെ P സന്തോഷ് കുമാർ MPയും ഈ ദുർഗ് ജില്ലാ ജയിലിലെത്തി കന്യാസ്ത്രീമാരെ സന്ദർശിക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടം ഏറെ സങ്കീർണമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഛത്തീസ്ഗഡ് സർക്കാർ, BJP സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വലതുപക്ഷ MPമാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ല, കന്യാസ്ത്രീകൾക്ക് ഉടൻ ജയിൽ മോചിതയാകാൻ കഴിയുമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ക്രൈസ്തവ സമൂഹം ഉള്ളത്. എന്തായാലും സഭ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രതിനിധികൾ പ്രത്യേകമായ യോഗം ചേർന്ന ശേഷമാണ് പിന്നീട് ഇത്തരത്തിലെല്ലാം ഈ ഒരു സെഷൻസ് കോടതിയിലേക്ക് പോകാമെന്നുള്ള നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ UDF MPമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ മാധ്യമവുമായി സംസാരിക്കുകയാണ്. അല്ല, ഇത് അടിസ്ഥാനപരമായ വിഷയം എന്താ? ഒരു കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച് സഞ്ചരിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഭീകരതയ്ക്കിരയാകേണ്ടി വന്നത്, അറസ്റ്റ് വരിക്കേണ്ടി വന്നത്, ജയിലിൽ കഴിയേണ്ടി വന്നത്. അപ്പോൾ ഒരു കന്യാസ്ത്രീക്ക് ആ കന്യാസ്ത്രീയുടെ വേഷത്തിൽ അല്ല ഒരു വൈദികൻ്റെ വേഷത്തിൽ ഈ രാജ്യത്ത് സന്ദർശിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം അംഗീകരിക്കാൻ കഴിയുമോ? എന്തായാലും ഞങ്ങൾ ജയിലിൽ കണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും അവരെ കയ്യേറ്റം ചെയ്യപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അതൊക്കെ അവരുടെ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരും. ഇതിൽ ഗുരുതരമായ മറ്റൊരു വിഷയം, സിസ്റ്റർ പ്രീതി ഒരു വലിയ മെഡിക്കൽ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. ഒരു സോറിയാസിസ് റുമറ്റോളജി, എറണാകുളത്തെ ഒരു പ്രഗത്ഭനായ റുമറ്റോളജിസ്റ്റിനെ കണ്ട് വളരെ ഗുരുതരമായൊരു മെഡിക്കൽ കണ്ടീഷനിലൂടെ പോവാണ്. അവർക്കൊരിക്കലും നിലത്ത് കിടക്കാൻ സാധിക്കില്ല. അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്നത് ആദ്യത്തെ ദിവസം തന്നെ അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അവരെ മെഡിക്കൽ അസിസ്റ്റൻസിന് വേണ്ടി അവരൊരു ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ നിലത്താണ് ഈ പ്രായമായ ഈ ഗുരുതരമായ രോഗാവസ്ഥയിലൂടെ പോകുന്ന സിസ്റ്റേഴ്സിനെ കിടത്തിയിട്ടുള്ളത്. അത് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. വലിയ മാനുഷികമായ ഒരു നിഷേധമാണ്. അവരുടെ മാനുഷിക മൂല്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഒന്ന്, അവരെ എത്രയും വേഗം മോചിപ്പിക്കുക. രണ്ട്, ഈ ഇരട്ടത്താപ്പ് ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ഈ രാജ്യത്ത്, ഛത്തീസ്ഗഡിലും കേന്ദ്ര സർക്കാരും BJP സർക്കാർ ഭരിക്കുകയാണ്. ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള സ്ഥലങ്ങളിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. എന്തായാലും ഇപ്പോൾ UDFൻ്റെ MPമാർ കൂടി ഇപ്പോൾ ഈ ജില്ലാ ജയിലിലെത്തി കന്യാസ്ത്രീമാരെ നേരിൽ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും അതോടൊപ്പം തന്നെ K രാധാകൃഷ്ണൻ MPയും അതോടൊപ്പം തന്നെ A റഹീം, PP സുനീർ, സന്തോഷ് കുമാർ, ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കണ്ടുകൊണ്ട് നിവേദനമടക്കം നൽകുകയും ചെയ്തിരുന്നു.
ഇപ്പോൾ ഈ നിയമ പോരാട്ടം കോടതിയിലാണ് വേണ്ടത്. ആ കോടതിയിൽ നിന്നും ഇവർക്കൊരു ജാമ്യം ലഭിക്കണമെങ്കിൽ ഛത്തീസ്ഗഡ് സർക്കാർ എടുക്കുന്ന നിലപാട് ഏറെ പ്രധാനമാണ്. അല്പസമയം മുമ്പ് പോലും ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയായ വിഷ്ണുദേവ് സ്വായി പ്രതികരിച്ചത് നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നുള്ള പ്രതികരണമാണ്. അത് ഏറെ പ്രതീക്ഷ നൽകുന്നൊരു പ്രതികരണമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ദില്ലിയിൽ അദ്ദേഹം അങ്ങനൊരു പ്രതികരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഛത്തീസ്ഗഡിലെ BJP സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ക്രൈസ്തവ സമൂഹം ഒരു പ്രതീക്ഷയോടെ ഇപ്പോഴും ഇവിടെ സഭയൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും ജയിലിന് മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ദുർഗ് ജില്ലാ ജയിലിന് മുന്നിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ MP-മാർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ PK ശ്രീമതി ടീച്ചറും CS സുജാതയും അവർ CPI ശരി, സിബി അവിടെ തുടരുക.